നമസ്കാരം. M4 വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നാളെ ഫലം വരാനിരിക്കുകയാണ്. ഈ അവസരത്തിൽ കഴിഞ്ഞ തവണ 1442 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDF സ്ഥാനാർത്ഥിക്ക് നേടിക്കൊടുത്ത ഒരു പഞ്ചായത്താണ് കരുളായി പഞ്ചായത്ത്. ഈ പഞ്ചായത്തിലെ UDFൻ്റെ സാധ്യതകളാണ് ഇന്ന് M4 വിഷൻ വിശകലനം ചെയ്യുന്നത്. 15 വാർഡുകളിലായി 24 ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്നതാണ് കരുളായി ഗ്രാമപഞ്ചായത്ത്. ഏകദേശം 20,100 വോട്ടർമാരാണ് ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് ഉള്ളത്. അതിൽ 15,459 പേരാണ് ഇത്തവണ പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിക്ക് 1442 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിക്കൊടുത്ത ഈ പഞ്ചായത്തിൽ ഇത്തവണ 1000-ലധികം വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് UDF ക്യാമ്പുകൾ നമുക്ക് നൽകുന്ന വിവരം. (2021) നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവറിന് 1442 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിക്കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്താണ് കരുളായി പഞ്ചായത്ത്. എന്നാൽ ഇത്തവണ അത് UDF തിരിച്ചുപിടിക്കും എന്നുള്ളതാണ് UDFൻ്റെ ക്യാമ്പുകൾ നമുക്ക് നൽകുന്ന വിവരം. തീർച്ചയായിട്ടും ഇത്തവണ ഈ കരുളായി പഞ്ചായത്തിലെ UDFൻ്റെ ക്യാമ്പിനുള്ള ഒരു ആത്മവിശ്വാസം എന്താണ്? UDF സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം വിജയകരമായ പ്രതീക്ഷയാണ് ഈ പഞ്ചായത്തിൽ നിന്ന് നൽകാനുള്ളത്? 2016 ശേഷം കരുളായി ഗ്രാമപഞ്ചായത്ത് UDF ഭരണം പിടിച്ചതിന് ശേഷം തന്നെ കരുളായി ഗ്രാമപഞ്ചായത്തിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ഇതിൽ 12-ാം വാർഡ് ചക്കിട്ടാമലയിൽ ആദ്യം 68 വോട്ടിന് ജയിക്കുകയും അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം പ്രിയപ്പെട്ട മെമ്പറുടെ നിര്യാണത്തെ തുടർന്ന് അവിടെ ഒരു ഇലക്ഷൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ നടന്നു. ആ ഇലക്ഷനിൽ 397 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അതൊരു സാമ്പിളിംഗ് ആണ്. കരുളായി ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് വളരെയധികം ഒരു മാറ്റം കരുളായി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതിൽ 24 ബൂത്തിലും വ്യക്തമായ ലീഡ് നേടിക്കൊണ്ട് 1000-ത്തോളം വോട്ടിൻ്റെ മെജോറിറ്റി UDFനുണ്ടാവും എന്ന ആത്മവിശ്വാസത്തിലാണ്. അതുപോലെ UDFൽ ഇതുവരെ ഇല്ലാത്ത ഒരു കെട്ടുറപ്പോടുകൂടി കോൺഗ്രസും ലീഗും ആരാണെന്ന് തിരിച്ചറിയാത്ത വിധം ഒറ്റക്കെട്ടായി നിന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് കരുളായി പഞ്ചായത്തിലെ ഇലക്ഷൻ അവസാനിച്ചത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് LDF UDF പോരാട്ടമാണ് എങ്കിൽ തന്നെ അതിൽ PV അൻവർ ഈ പഞ്ചായത്തിൽ എത്രത്തോളം ഒരു ഫാക്റ്റായി മാറുന്നുണ്ടോ? കരുളായി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ ഒരു സ്വാധീനവും ഇവിടെ ഇല്ല. ഒരു മെമ്പർ, ഇടതുപക്ഷ മെമ്പർ, UDFനെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. ഒരു LDF മെമ്പർ അദ്ദേഹത്തിൻ്റെ പക്ഷത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഞങ്ങൾക്ക് UDF പെട്ടിയിൽ വീഴുന്ന വോട്ടുകളല്ല, അൻവറിന് പണ്ടും കിട്ടിക്കൊണ്ടിരുന്ന ആ ആളുകൾ തന്നെയാണ് അദ്ദേഹത്തെ സഹായിക്കാനുള്ളത്. അത് ഒരു ബാധിക്കില്ല കരുളായി പഞ്ചായത്തിൽ. ഈ UDFൻ്റെ നേതൃത്വത്തിൽ നടന്ന കുടുംബ സംഗമങ്ങൾ, എത്രത്തോളം കുടുംബ സംഗമങ്ങൾ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്? അതേപോലെ അതിലുള്ള ജനപങ്കാളിത്തം എല്ലാ ബൂത്തുകളിലും കുടുംബ സംഗമങ്ങൾ മാത്രമല്ല, സ്ഥാനാർത്ഥിയുടെ 2 ഘട്ടമായുള്ള 5-ാം തീയതിയും 12-ാം തീയതിയുമുള്ള ഒരു പര്യടനം തന്നെ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ഒരു 25 വർഷക്കാലമായി സ്ഥാനാർത്ഥിയോടൊപ്പം സഞ്ചരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞത് ഒരു ഭരണവിരുദ്ധ തരംഗവും അതുപോലെ ഓരോ സ്വീകരണ യോഗത്തിലും തടിച്ചുകൂടിയ സ്ത്രീകളും പ്രവർത്തകരും, അതേപോലെ തന്നെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ വീടുകളിൽ നിന്ന് വന്ന് ആളുകളുടെ ഒരു എക്സ്പ്രഷൻ, ഒരു വലിയ ഒരു മുന്നേറ്റം UDFന് ഭരണവിരുദ്ധ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ തരംഗം തന്നെ നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ തരംഗം വലിയ തോതിൽ ആഞ്ഞടിച്ചിട്ടുള്ള കരുളായി പഞ്ചായത്തിൽ ഇത്തവണ കഴിഞ്ഞ തവണ ലഭിച്ച PV അൻവറിന് ലഭിച്ച 1442 വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടന്ന് അവിടെ 1000-ലധികം വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്നുള്ളതാണ് UDF ക്യാമ്പ് നമുക്ക് നൽകുന്ന റിപ്പോർട്ട്. UDF ക്യാമ്പ് നിയന്ത്രിച്ചിട്ടുള്ള ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് മാഷും അതേപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഈ തിരക്കിട്ട സമയത്തിൽ ഞങ്ങളുമായി സഹകരിച്ചതിന് വളരെയധികം നന്ദി.